എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് ചാനൽ സബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി അറിയിക്കുക, ഫോം വിളിച്ച് പറയുക. കബഡി വെച്ച് നോക്കി ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ദക്ഷിണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ മതി. കാരണം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളൊരു ദക്ഷിണ അയച്ചു തന്നാൽ മതി. മിക്കവരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ 2026 ചതയം നക്ഷത്രം, നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചതയം നക്ഷത്രക്കാർക്ക് ഒരേ ഒരു കാര്യമാണ് എന്നോട് ഫോൺ വിളിച്ച് പറയുന്നത്, തിരുമേനി സാമ്പത്തിക ലാഭം, കടബാധ്യതകൾ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ചതയം നക്ഷത്രക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ചതയം നക്ഷത്രക്കാരെ എന്നല്ല, എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചതയം നക്ഷത്രക്കാർക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാം. ഒരു ആനയുടെയും മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 വർഷമാണ്. ഈ 120 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു 50-60 വയസ്സ് വരെയൊക്കെ ആകുമ്പം പേടിയാണ്. അതിൻ്റെ ഒരു കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാറി വന്ന ജീവിത ശൈലികളും അതേപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ദൈവാനുഗ്രഹം കുറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് അനാവശ്യമായ വഴിപാടുകൾ എല്ലാ ദേവതകൾക്കും ചെയ്ത് നമ്മൾ പാഴാക്കുന്നുണ്ട്. മിക്കവരും പറയാറുണ്ട് ചതയ നക്ഷത്രക്കാരെ ഞാൻ 12 ആഴ്ച വഴിപാട് ചെയ്തില്ലെങ്കിൽ 10 ആഴ്ച വഴിപാട് തിരുമേനി ഒരു പ്രയോജനമില്ല. നമ്മൾ ചെയ്യേണ്ടത് 9 ഗ്രഹങ്ങൾ, നമ്മൾ 9 ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തെങ്കിൽ മാത്രമേ ചതയ നക്ഷത്രക്കാർക്ക് 2026 നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ജാതകത്തിൽ മിക്കവരും പറയും എൻ്റെ ജാതകത്തിൽ വീട് വെക്കാനുള്ള ഭാഗ്യമുണ്ട്, കാറ് മേടിക്കാനുള്ള ഭാഗ്യമുണ്ട്, പക്ഷേ എനിക്ക് കാറും ഇല്ല, സ്വന്തമായിട്ട് വീടും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹങ്ങൾക്ക് ബലമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാർ 2026 ജാനുവരി തൊട്ട് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും കർമ്മങ്ങളും അനുഷ്ഠിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് സാമ്പത്തികം പോലെ നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജ ചെയ്യുക. നവഗ്രഹ അർച്ചനയ്ക്ക് ഇച്ചിരി ചാർജ് കുറവായിരിക്കും, പിന്നെ ഓരോ ക്ഷേത്രത്തിൽ അതിൻ്റെതായിട്ടുള്ള ചാർജുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. എന്നാലും കൂടുതൽ നവഗ്രഹ പൂജയാണ്. മൂവാറ്റുപുഴയിലാണെങ്കിൽ നല്ലപോലെ ചെയ്യുന്നത് നിർമ്മല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ നവഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോട്ടയത്താണെങ്കിൽ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗണപതി അമ്പലത്തിൽ നവഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ കോട്ടയം തിരുനക്കര ഒരു വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നവഗ്രഹങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മുല്ലയ്ക്കലുണ്ട്. അതേപോലെ തന്നെ ചന്ദനക്കാവ് അറവുകാട് ദേവീക്ഷേത്രം. പിന്നെ മാവേലിക്കര ഭാഗത്താണെങ്കിൽ അവിടെ തട്ടാർ അമ്പലത്തിൽ സരസ്വതി ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളുണ്ട്. എനിക്കറിയാവുന്ന ഇത്രയൊക്കെയാണ്. ബാക്കി ഭക്തജനങ്ങൾ അത് തിരക്കി കണ്ടുപിടിച്ച് നവഗ്രഹ അർച്ചന ചെയ്ത് ചതയ നക്ഷത്രക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയിക്കുക. അപ്പോൾ 2026 ചതയം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി സാമ്പത്തിക ലാഭങ്ങളും നഷ്ടങ്ങളും അടിക്കടിക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. അതായത് സാമ്പത്തികം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാലറി കിട്ടുന്നുള്ള സമയത്ത് ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുക. ആ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചതയം നക്ഷത്രക്കാർ തന്നെ എന്ത് ചെയ്യണം? നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക. അപ്പം ഈ ജാതകത്തിലെ ദോഷങ്ങളും സമയദോഷങ്ങളും മാറി സാലറി കിട്ടുന്ന സമയത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചതയം നക്ഷത്രക്കാർ ജോലി കളഞ്ഞ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അവധിയുള്ളപ്പോൾ പോയി ചെയ്താൽ മതി. അത് ഞായറാഴ്ച ആണെങ്കിൽ അത് മതി. അല്ലാതെ ജോലി കളഞ്ഞ് ഒരു വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ട. കഴിവതും വഴിപാടൊക്കെ രാവിലെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതേപോലെ തന്നെ പല യൂട്യൂബ് ചാനലിലും പല ആൾക്കാരും ചതയ നക്ഷത്രക്കാരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഒരു യുക്തി കൊണ്ട് ചിന്തിക്കണം. ഇവർ എത്രത്തോളമാണ് ശരി പറയുന്നത് തെറ്റ് പറയുന്നത് നമ്മളും കൂടെ ഒന്ന് ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ 2026 ചതയ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളും ലാഭങ്ങളും വരും. അതിനുവേണ്ടിയാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ നവഗ്രഹങ്ങൾക്ക് 9 വലത്ത് വെക്കാൻ പറഞ്ഞ്. അതേപോലെ തന്നെ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. ജലദോഷങ്ങൾ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, അതേപോലെ തന്നെ വയറിന് എപ്പോഴും ഗ്യാസ്, അങ്ങനെയുള്ള ഉറക്കക്കുറവ്, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൈയോടെ അമ്പലത്തിൽ പോയി ആരും വഴിപാട് കഴിക്കരുത്. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായി നല്ല രീതിയിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചതിന് ശേഷം മാത്രം ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലിയോ ജലധാരയോ നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ചതയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. അതേപോലെ തന്നെ ജോലിയിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവരും പ്രൈവറ്റായിട്ട് ജോലി നിൽക്കുന്നവരും കൂടെ നിൽക്കുന്നവരൊക്കെ പറ്റിക്കുന്ന ആൾക്കാരാണ്. വളരെ ശ്രദ്ധപൂർവ്വം മുന്നോട്ട് പോകണം. പണസംബന്ധമായ പേരുദോഷങ്ങൾ കേൾക്കാനുള്ള ഇടകൾ വരും 2026 ജോലി സ്ഥലത്ത്. അതായത് ഉദാഹരണം
ഉദാഹരണത്തിന് നമ്മൾ എത്ര ആത്മാർത്ഥമായി പണിയെടുത്താലും നമുക്കെതിരെ കൂടെയുള്ള ആൾക്കാർ പാര വെക്കുന്നു, സർക്കാർ തലത്തിൽ പ്രമോഷൻ ഇല്ലാതെ തടസ്സപ്പെട്ട് കിടക്കുന്നു, സ്വന്തമായിട്ട് ലീവ് ചോദിച്ചാൽ മുതലാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ജോലി സ്ഥലത്തിൽ എല്ലാ ആൾക്കാരുടെയും ശത്രുതാ മനോഭാവം നേരിടാൻ ഒരു വർഷവും കൂടെയാണ് 2026 ചതയ നക്ഷത്രക്കാർ. ആരെയും അമിതമായി വിശ്വസിക്കാതെയും സ്നേഹിക്കാതെയും ചതയ നക്ഷത്രക്കാർ ഇരിക്കുക. പൈസ സംബന്ധമായ കാര്യങ്ങളും, അതായത് കൂടെ ഉള്ളവർക്ക്, നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്ന ആരാണെങ്കിലും, ബന്ധുക്കാർക്കോ നാട്ടുകാർക്കോ, ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാരായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരായിക്കോട്ടെ, കൂട്ടുകാരോ ബന്ധുക്കാരോ നാട്ടുകാർക്കോ വേണ്ടി ജാമ്യം നിൽക്കാനോ, അവർക്ക് നിങ്ങളുടെ വക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കൊടുക്കാനോ, കടബാധ്യതകൾ, അതായത് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അഥവാ സഹായിക്കാനുണ്ടെങ്കിൽ ഗുളികകളോ മരുന്നുകളോ വീട്ടിലില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് നമുക്ക് വളരെ സഹായിക്കാം. അല്ലാതെ അവർക്ക് പൈസ കടം കൊടുക്കാനോ നമ്മൾ ജാമ്യം നിൽക്കാനോ പേപ്പറിൽ ഒപ്പിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും 2026 ചതയം നക്ഷത്രക്കാരുടെ ആദ്യത്തെ ശത്രു. അതേപോലെ തന്നെ ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പഠന കാര്യങ്ങൾ നമ്മൾ എത്ര പഠിച്ചാലും അവർക്ക് ചിലപ്പോൾ ഓർമ്മപ്പശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലവേദന ഉണ്ടാകാം, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ ഇടയുണ്ട്. അതിനുവേണ്ടി നമ്മൾ വിദ്യാർത്ഥികൾ ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയി സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ആ ഒരു ദോഷം മാറി പഠിക്കുന്ന സമയത്ത് തലവേദനകൾ ഉണ്ടാവില്ല. പഠിച്ച കാര്യങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓർത്ത് പറയാനും ഒക്കെ നമുക്ക് പറ്റും. വഴിപാട് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് കർമ്മം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫലമാക്കി എടുക്കാം. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് 50 വയസ്സിന് മേപ്പോട്ടുള്ള ചതയ നക്ഷത്രക്കാർ ഏതെങ്കിലും നിത്യേന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ച ചരട് വലത് കൈ കെട്ടി ശിവക്ഷേത്രത്തിൽ കൂവളത്ത് മാല ജലധാര രുദ്രാഭിഷേകം നടത്തുന്ന വളരെയധികം ഉത്തമമായിരിക്കും. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പോലെ താൻപാതി ഈ ദീപംപാതി എന്ന് പറയുന്ന പോലെ ഒരു കഴിക്കുന്ന മരുന്നുകളൊക്കെ പിടിക്കും, അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. തടസ്സങ്ങൾ മാറാൻ വേണ്ടി 50 വയസ്സിന് ശേഷമുള്ള ചതയ നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്രമോ മൃതസഞ്ജീവിനി മന്ത്രമോ ജപിച്ച് ചരട് വലത് കൈ കിട്ടുക. ചരടിൻ്റെ കാലാവധി 21 ദിവസമാണ്. 21 ദിവസം കഴിഞ്ഞ് വേറെ ചരട് കെട്ടുക. ജലധാര നടത്താം, രുദ്രാഭിഷേകം നടത്താം, കൂവളത്തമാല മഹാദേവന് നടത്താം. ചതയ നക്ഷത്രക്കാർക്ക് 2026 തൊട്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ കുടുംബക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ചതയ നക്ഷത്രത്തിൽ ഒരു വർഷക്കാലം ചതയ നക്ഷത്രക്കാർ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക. ആ ഭഗവതി സേവ ചതയ നക്ഷത്രം ജോലിയുള്ള സമയത്ത് വരുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. പക്ഷേ എന്തായാലും ഭഗവതി സേവ ചീട്ടായിട്ട് കൊടുത്തിട്ട് പോരുത്. ഭഗവതി സേവ തുടക്കം തൊട്ട് അവസാനം വരെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ കൊണ്ടുവെക്കുക. എന്തായാലും വാഹനങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാഗ്യമാണ്. വീട് പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് വീട് പണിയുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാൻ പറ്റും. വാടക വീട്ടിൽ കിടക്കുന്നവർക്കൊക്കെ 2026 വീടാകും. അച്ഛൻ വഴി അമ്മ വഴി മുടങ്ങിക്കിടക്കുന്ന സ്വത്തുക്കൾ കാര്യങ്ങളൊക്കെ ആനുകൂലമായി കിട്ടുന്നൊരു വർഷമായിരിക്കും. 2025 വഴക്കിട്ട് പോയ ബന്ധുക്കാരും കൂട്ടുകാരും പരിസരവാസികളും നാട്ടുകാരും ഒക്കെ നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങളെ കാലി പിടിക്കാൻ വരും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഭാര്യയും ഭർത്താവും കുടുംബസമേതമൊക്കെ ദൂരെ യാത്രകൾ പോകാനുള്ള ഭാഗ്യങ്ങളുണ്ടാകും. പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, പുതിയ ബന്ധങ്ങളും കൂട്ടുകാരും ഒക്കെ 2026 ചതയ നക്ഷത്രക്കാർക്ക് കണ്ടുകിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെ സാമ്പത്തികപരമായ ഒരു ഉയർച്ച 2026 ചതയ നക്ഷത്രക്കാർക്കുണ്ട്. ഒരു വർഷക്കാലം ഭഗവതി സേവ ഗണപതി ഹോമം പരിഹാരമായിട്ട് ചെയ്യുക. ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി പ്രീതിപ്പെടുത്തുക. വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി എണ്ണ കൊടുക്കുക. അതേപോലെ തന്നെ ചതയ നക്ഷത്രക്കാർ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് കാക്കകളെ പരിപാലിക്കുക. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വരുന്ന കാക്കകൾക്ക് ആഹാരം കൊടുക്കുക. നാൽക്കാലി മൃഗങ്ങളെ സ്നേഹിക്കുക. 2026 പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങളെ ഓടിക്കാതിരിക്കുക. കഴിവതും എന്ന് വെച്ചിട്ട് റോഡിൽ കിടക്കുന്ന പട്ടിക്ക് ആഹാരം കൊടുക്കണമെന്നല്ല. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ നല്ലപോലെ പരിപാലിക്കാം. പൂച്ചകൾക്കൊക്കെ ആഹാരം കൊടുക്കാം. നാൽക്കാലി മൃഗങ്ങളെ പരിപാലിക്കുക. ജാതകത്തിലെ ഭാഗ്യങ്ങളും ശനി അനുകൂലമാകാൻ വേണ്ടി ശനിയാഴ്ച ദിവസം കല്ലേ പരത്തി, അതായത് അരിപ്പൊടി കൊണ്ട് കല്ലേ പരത്തി റൊട്ടി ഉണ്ടാക്കി തിരിച്ചും പറിച്ചും ചെറിയ പീസാക്കി വാഴയിലയിൽ വെച്ച് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ വെച്ച് നമുക്ക് കാക്കയ്ക്ക് കൊടുക്കാം. ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ജാതകത്തിൽ നവഗ്രഹമായ ബുധഭഗവാനെ പ്രീതിപ്പെടുന്നത് അത്യാവശ്യമാണ്. ചതയ നക്ഷത്രക്കാർ ഒരു വർഷക്കാലം നവഗ്രഹ അർച്ചനയായിട്ട് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ ചതയ നക്ഷത്രക്കാർ ഒരു കാരണവശാലും കീറിയതുമായിട്ടുള്ള
ഉടുപ്പുകളോ അതിപ്പം എന്തും ആയിക്കോട്ടെ, മുണ്ടായിക്കോട്ടെ, ഷർട്ടായിക്കോട്ടെ, കീറിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കരുത്. അത് നമ്മളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നടക്കും. നമ്മൾ നല്ല വൃത്തിക്കും മെനയ്ക്കും ചതയ നക്ഷത്രക്കാർ ഇറങ്ങി വീട്ടിൽ നിന്ന് പോവുക. അത് ഞാൻ പറയാൻ കാരണം ചില ആൾക്കാർ മിക്കവരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, തിരുമേനി വസ്ത്രം കീറിയാൽ ദോഷം, കീറിയ വസ്ത്രം ഇട്ടാൽ നമ്മളത് ഇട്ടുകൊണ്ട് പോകാം. അത് നമ്മൾ റെഡിയാക്കി തയ്ച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് പോകാം. അല്ലാതെ അത് പാട് ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, തയ്ച്ച് നമുക്ക് ഇട്ടുണ്ടോ. അല്ലാതെ ചെറിയ രീതിയിൽ കീറിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാതിരിക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നേന്നുള്ളൂ. അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാർ ചെയ്യേണ്ട മറ്റൊരു കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ല ഭക്തിയോടെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ കുറയാൻ വേണ്ടി ആലിന് വലത്ത് വെക്കുക. പിന്നെ കൂടുതൽ ചതയം നക്ഷത്രക്കാർ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി കവടി വെച്ച് പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.